റയൽ മാഡ്രിഡിന്റെ പരിശീലകനായിട്ടുള്ള ആൽവാരോ ആർബലോവ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാക്കും എന്നതാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ചർച്ചാ വിഷയം. എന്താണ് സംഭവം നമുക്ക് നോക്കാം. അതിനുമുമ്പ് റയൽ മാഡ്രിഡ് ഇന്നൊരു മത്സരമുണ്ട്, മലോർക്കയ്ക്കെതിരെയാണ് ലാലിഗയിൽ. 7:30-ഓ 7:45-നോ എന്താണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ആ ഒരു മാച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു മാച്ചിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റയൽ മാഡ്രിഡ് ഫാൻ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ നിലവിലെ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി സ്ക്വാഡ് വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ റയൽ മാഡ്രിഡ് കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്ലേയേഴ്സിന് ഇഞ്ചുറി ആയിരുന്നു. എന്നിട്ടും റയൽ മാഡ്രിഡ് വളരെ മികച്ച പെർഫോമൻസ് നടത്തി. ലാലിഗയിലായാലും ശരി, ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തി. നമ്മൾ നോക്കുന്ന സമയത്ത് ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി പോലൊരു ടീമിനെതിരെ അവർ 2 ലെഗിലും ജയിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ലെവലിൽ ഒരു മികച്ച പെർഫോമൻസ് റയൽ നടത്തുകയാണ്. ടാക്ടിക്കലി ആർബലോവയ്ക്ക് കുറേ വീക്ക്നെസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ പോലും 4-4-2 ഫോർമേഷനിൽ മിഡ് ബ്ലോക്ക്, കൗണ്ടർ സിസ്റ്റം, ലോ ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് ആള് അത്യാവശ്യം നന്നായിട്ട് ടീമിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കിലിയൻ എംബാപ്പെ ഫുൾ ഫിറ്റ് ആയിട്ട് 90 മിനിറ്റ് കളിക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയോടെ ആള് തിരിച്ചെത്തിയിട്ടുണ്ട് ഇഞ്ചുറിയിൽ നിന്ന്. അപ്പോൾ 4-4-2 ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ അറ്റാക്കിങ്ങിൽ കിലിയൻ എംബാപ്പെ എന്തായാലും വിനീഷ്യസ് ജൂനിയറിനൊപ്പം കളിപ്പിക്കും. മിഡ്ഫീൽഡിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോമനി ഡിഫൻസീവ് മിഡായിട്ട് കളിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം ഒരു സെക്കൻഡ് പിയോട്ട് റോളിലാണ് തിയാഗോ കളിക്കുന്നത്. യങ്സ്റ്റർ ആണ്. പ്രതീക്ഷയ്ക്കപ്പുറം ഒരു പെർഫോമൻസ് ആണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല താരത്തിന്റെ ഭാഗത്ത് ഇത്രയും മികച്ചൊരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് തിയാഗോയും നടത്തുന്നുണ്ട്. ഒപ്പം ആർതർ ഗുലറിന്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ചൊരു പെർഫോമൻസ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു 4 മിഡ്ഫീൽഡേഴ്സ്. ഒന്നാമത്തത് തിയാഗോ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ചോമനി, പിന്നെ വാൽവെർദെ, ആർതർ ഗുലർ. അപ്പൊ ഈ 4 പേരെയാണ് ഇപ്പൊ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥാനത്തേക്കാണ് ജൂഡ് ബെല്ലിംഗ്ഹാം ഇഞ്ചുറി കഴിഞ്ഞ് റിക്കവറായി വരുന്നത്. ഈ മലോർക്കയ്ക്കെതിരെയുള്ള മത്സരം താരം 90 മിനിറ്റ് കളിക്കുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്നാലും താരം കളിക്കാനുള്ള സാധ്യതകളുണ്ട്, സബ്ബായിട്ടെങ്കിലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റയൽ മാഡ്രിഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരെ മാറ്റും? ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആർബലോവയെ സംബന്ധിച്ച് ആ മിഡ്ഫീൽഡ് ഇപ്പോൾ സെറ്റാണ്. അവിടെ വലിയ മാറ്റമൊന്നും ഇനി വരുത്തേണ്ടതില്ല. സെറ്റ് മിഡ്ഫീൽഡാണ്. പക്ഷേ ടോപ്പ് ക്ലാസ് പ്ലെയർ ആയിട്ടുള്ള ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സൈഡ് ബെഞ്ച് ഇരുത്താൻ പറ്റുമോ? അതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചോമനി കളിക്കുന്നത് പക്ക ഒരു ഡിഫെൻസീവ് റോളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒപ്പം തിയാഗോ നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. ഒരു ഡബിൾ പിയോട്ട് സിസ്റ്റം പോലെ അവിടെ വർക്ക് ആവുന്നുണ്ട്. ഒപ്പം വാൽവെർദെ നല്ല രീതിക്ക് അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് നൽകുകയാണ്. ഹാട്രിക് കണ്ടു, ഗോളുകൾ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് വാൽവെർദയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലായിടവും കാണാൻ പറ്റുന്നുണ്ട്. ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒരു ഫ്രീ റോള്, ആൾക്കൊരു ഫ്രീ റോള് കിട്ടി. ആർതർ ഗുലർ സ്ഥിരമായിട്ട് കളിക്കുന്ന പോലെ ഒരു അറ്റാക്കിംഗ് പൊസിഷനിൽ ആ രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരെ മാറ്റി ആരെ കൊണ്ടുവരും? ആരെ മാറ്റിയിട്ട് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കൊണ്ടുവരും? ഇതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുന്നത്. ആർതർ ഗുലറിനെ മാറ്റിയിട്ട് ജൂഡ് ബെല്ലിംഗ്ഹാമെ വന്നു കഴിഞ്ഞാൽ ആർതർ ഗുലറും കിടിലൻ പ്ലെയറാണ്, കിടിലൻ ടോപ്പ് പെർഫോമൻസ് നടത്തുന്ന ഒരു പ്ലെയറാണ്. ഇനി അതേസമയം തിയാഗോയെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഡബിൾ പിയോട്ട് സിസ്റ്റം വർക്ക് ആകത്തില്ല. കാരണം അറിയാലോ, ജൂഡ് ബെല്ലിംഗ്ഹാം കുറച്ചുകൂടി അറ്റാക്കിംഗ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വാൽവെർദെക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് കളിക്കേണ്ടി വരും. ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് കളിക്കേണ്ടി വരും. അപ്പോൾ വാൽവെർദയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തില്ല. എന്തായാലും ചോമനിയെ മാറ്റാനും പറ്റത്തില്ല. ചോമനി പക്ക ഡിഫൻസീവ് റോള് കളിക്കുന്നതുകൊണ്ട് തന്നെ ചോമനിയെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിലവിൽ ആർബലോവയ്ക്കുള്ളത്. ആരെ കളിപ്പിക്കും? ഫോർമേഷനിൽ അദ്ദേഹം മാറ്റം വല്ലതും കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. 4-2-3-1 എന്ന രീതിയിലേക്ക് ഫോർമേഷൻ മാറ്റിക്കഴിഞ്ഞാൽ സെൻട്രൽ ഫോർവേഡായിട്ട് എംബാപ്പയെ കളിപ്പിക്കാം, ലെഫ്റ്റില് വിനീഷ്യസ് കളിപ്പിക്കാം, അറ്റാക്കിംഗ് മിഡായിട്ട് ഈ ഒരു താരത്തെ, അതായത് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കളിപ്പിക്കാം, റൈറ്റ് സൈഡിലായിട്ട് വാൽവെർദയെ കളിപ്പിക്കാം. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ 2 പിയോട്ട് സിസ്റ്റത്തിൽ അവിടെ 2 പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ കഴിയും, തിയാഗോനെയും ചോമനി. അപ്പോഴും ആർതർ ഗുലർ പുറത്തിരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമന്റിലേക്ക് ഇട്ടുക. ഞാൻ എക്സൈറ്റിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെങ്ങനെ ആർബലോവ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് കണ്ടറിയണം. കാരണം സ്റ്റാർ പ്ലേയേഴ്സ് ആണല്ലോ, എല്ലാവരും സ്റ്റാർ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് മാച്ച് ടൈം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേൾഡ് കപ്പ് വളരെ ക്ലോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക താരങ്ങളും വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു താരങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ
ഫ്രാൻസിന്റെ താരമാണ് ചോമനി. വേൾഡ് കപ്പ് സ്ക്വാഡിൽ എന്തായാലും ചോമനി കാണും. ഒപ്പം ആർത്തർ ഗുലർ അറിയാലോ, അദ്ദേഹം തുർക്കിയുടെ താരമാണ്, അദ്ദേഹവും വേൾഡ് കപ്പിന് കാണും. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ബെല്ലിഹാം ഇംഗ്ലീഷ് താരമാണ്, അദ്ദേഹത്തെ ഈ ഒരു ഇഞ്ചുറി പ്രശ്നം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ സ്ക്വാഡിൽ എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവും കാണും വേൾഡ് കപ്പിൽ. അപ്പോൾ മാച്ച് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വാൽവർഡ് എന്തായാലും വേൾഡ് കപ്പ് സ്ക്വാഡിൽ കാണും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് മാത്രമല്ല, യങ്സ്റ്റർ ആയിട്ടുള്ള തിയാഗോയെ സംബന്ധിച്ച് വേൾഡ് കപ്പിലേക്ക് താരത്തെ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള പെർഫോമൻസ് നോക്കിയാൽ ഒരു പക്ഷേ അദ്ദേഹത്തിനും അവസരം കിട്ടാം. ഞാൻ അറിയാം സ്പെയിനിന് കുറേ ലോകോത്തര താരങ്ങളുണ്ട്, മിഡ്ഫീൽഡിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ട്, ശരിയാണ്, എന്നാൽ പോലും അവസരം കിട്ടാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് റയൽ മാഡ്രിഡ് കറന്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ കോച്ചായിട്ടുള്ള ആർബലോവ മറികടക്കും, തരണം ചെയ്യും എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ട ഒരു ആവശ്യം. അതായത് എനിക്ക് തോന്നുന്നത് ഇതിൽ ആരെങ്കിലുമൊക്കെ ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നതാണ്. തിയാഗോയെ ബെഞ്ചിലിരുത്താൻ എനിക്ക് തോന്നുന്നില്ല. ആള് നല്ല പ്ലെയറാണ്, സത്യം പറഞ്ഞാൽ യങ്സ്റ്റർ ആണ്, എന്നാലും ആള് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റയൽ മാഡ്രിഡിന് മിഡ്ഫീൽഡിന് ഒരു ബാലൻസ് ലഭിച്ചത്, അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ തിയാഗോ വന്നതിന് ശേഷം ആ മിഡ്ഫീൽഡിന് ഒരു ബാലൻസ് ലഭിച്ചത്? അപ്പൊ ആ ഒരു ബാലൻസ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയാഗോയെ മാറ്റരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുന്നത്, നമുക്ക് കണ്ടറിയാം. ഒരു പക്ഷേ ആ ഒരു 90 മിനിറ്റ് കളിപ്പിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അല്ലാത്ത വശം എനിക്കറിയാൻ വയ്യ. തിയാഗോയെ മാറ്റരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ആൾ യങ്സ്റ്ററാണ്, എല്ലാം ശരിയാണ്, പക്ഷെ ആൾ വന്നതിന് ശേഷമാണ് ആ ഒരു റയലിന്റെ മിഡ്ഫീൽഡിന് ഒരു ബാലൻസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നമുക്ക് നോക്കാം. എൻ്റെ ഒരു ആംഗിളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ആംഗിളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഫുഡ്